അസുര രാജാവായ ഹിരണ്യകശിപു കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് അസാധാരണമായൊരു വരം നേടിയെടുത്തു. മനുഷ്യനോ മൃഗമോ തന്നെ വധിക്കരുത്, പകലോ രാത്രിയോ മരണം സംഭവിക്കരുത്, വീടിനകത്തോ പുറത്തോ വെച്ച് മരിക്കരുത്, ഒരു ആയുധവും തന്നെ സ്പർശിക്കരുത്. പ്രപഞ്ചം മുഴുവൻ ആ അസുര ചക്രവർത്തിയുടെ മുന്നിൽ ഭയന്നു വിറച്ചു. എന്നാൽ ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ ജനിച്ചതു മുതൽ വിഷ്ണു ഭക്തനായിരുന്നു. അച്ഛൻ എത്ര വിലക്കിയിട്ടും ഓം നമോ നാരായണായ എന്ന മന്ത്രം അവൻ ഉപേക്ഷിച്ചില്ല. ക്രോധം പൂണ്ട ഹിരണ്യകശിപു സ്വന്തം മകനെ വധിക്കാൻ ഉത്തരവിട്ടു. മലമുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞും കൊടും വിഷം നൽകിയും ആനയെക്കൊണ്ട് ചവിട്ടിച്ചും പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി. എല്ലാ തവണയും ഭഗവാൻ വിഷ്ണു അവനെ അത്ഭുതകരമായി രക്ഷിച്ചു. ഒടുവിൽ ക്ഷമ നശിച്ച ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചു, എവിടെയാണ് നിന്റെ വിഷ്ണു? അവിടുന്ന് തൂണിലും തുരുമ്പിലും ഉണ്ടച്ച എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി. പരിഹാസത്തോടെ ഹിരണ്യകശിപു ആ മൺതൂണിൽ ആഞ്ഞടിച്ചു. പെട്ടെന്നൊരു വൻ സ്ഫോടനത്തോടെ ആ തൂൺ പിളർന്നു മാറി. ഭയാനകമായ ഗർജനത്തോടെ ഭഗവാൻ വിഷ്ണു നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യനുമല്ലാത്ത മൃഗവുമല്ലാത്ത രൂപം. സന്ധ്യാസമയത്ത്, അതായത് പകലോ രാത്രിയോ അല്ലാത്ത നേരത്ത്, കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ച് ഹിരണ്യകശിപുവിനെ തന്റെ മടിയിൽ കിടത്തി നരസിംഹമൂർത്തി നഖങ്ങൾ കൊണ്ട് മാറുപിളർന്നു. ബ്രഹ്മാവിന്റെ വരങ്ങളൊന്നും ലംഘിക്കാതെ തന്നെ ആ അസുരന്റെ അന്ത്യം കുറിച്ചു. കോപം കൊണ്ട് ജ്വലിച്ചു നിന്ന നരസിംഹത്തെ പ്രഹ്ലാദന്റെ ഭക്തി ശാന്തനാക്കി. അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിച്ച ഈ കഥ ഇന്നും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: ദൈവം സർവ്വവ്യാപിയാണ്. ഭക്തിക്ക് മുന്നിൽ അഹങ്കാരം എന്നും പരാജയപ്പെടും. മഹാവിഷ്ണു ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ ഓം നമോ നാരായണ എന്ന് കമന്റ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.